ഹേ യൂട്യൂബ് വാട്സപ്പ് പരിപാടി. നമ്മുടെ ഫോക്സും ഷോക്ക് അബ്സർവറുമാണ് നമ്മുടെ ബൈക്കിൻ്റെ മെയിൻ ബാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കംഫർട്ട് മാത്രമല്ല, ഈ ഫോക്സിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്കിംഗ് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫോക്സിന് വല്ല കംപ്ലയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിലുള്ള ബാലൻസ് പോവും, അങ്ങനെ നമ്മുടെ കംഫർട്ട് പോവും, അങ്ങനെ പല ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഫോക്സ് ഇല്ലെങ്കിൽ. അപ്പോൾ ഫോക്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോയിൽ അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫ്രണ്ട് ഫോക്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. ബാക്ക് ഫോക്സിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ഒരു മെയിൻ്റെനൻസും ഇല്ല. നമുക്ക് ആകെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോക്സ് വല്ല ചളി ഇങ്ങനത്തെ ട്യൂബിൽ വല്ലതും കാണുകയാണെങ്കിൽ, ആ ട്യൂബിൽ വല്ലതും നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നമ്മളൊരു വാട്ടർ പൈപ്പ് യൂസ് ചെയ്തിട്ട് ഫോഴ്സിൽ അടിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. വേറെ ഒരു മെയിൻ്റെനൻസ് അതിൽ വലുതായിട്ട് ചെയ്യാനില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത്തെ മെയിൻ കാര്യം അതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ഫ്രണ്ട് ഫോക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഫോർക്ക് ഓയിൽ സീൽസിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, കൂടുതലായിട്ട് നിലനിർത്താം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ശരിക്കും ഫോർക്ക് ഓയിൽ സീൽസ് പൊട്ടിപ്പോവാൻ 2-3 കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോർക്കിൻ്റെ ഇന്നർ ട്യൂബ് ക്ലീൻ ചെയ്യാതെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ആ ഒരു മെയിൻ പ്രശ്നം വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ, ഈ വാട്ടറിലുള്ള സോൾട്ട് സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ഹാഷായിട്ട് ഇതിനെ സ്ക്രാച്ച് വരുത്തി ഡസ്റ്റ് ക്യാപ്പിനെ നശിപ്പിച്ചിട്ട് ഓയിൽ സീൽ പൊട്ടിക്കുകയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ പലർക്കും ഒരു തെറ്റുകാരുണ്ട്, ശരി ഇതാണ് ഓയിൽ സീൽ എന്നുള്ളത്. ഇത് ശരിക്കും ഡസ്റ്റ് ക്യാപ്പാണ്. അതായത് നമ്മുടെ ഈ ഇന്നർ ട്യൂബിൽ ഡസ്റ്റൊക്കെ അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആ ഡസ്റ്റിനെ ആദ്യം പ്രിവെൻറ്റ് ചെയ്യണം, സീലിൻ്റെ അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, സീലിനെ പൊട്ടിക്കാതിരിക്കാണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡസ്റ്റ് ക്യാപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇനി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. ഇത് ശരിക്കും പ്രത്യേകിച്ച് വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പറയാം, നമ്മൾ ആരും വണ്ടി കഴുകുന്നതൊക്കെ ഒരു ഡിസ്റ്റിൽഡ് വാട്ടറോ അതായത് പ്യൂരിഫൈഡ് വാട്ടറിലൊന്നും അല്ല, സാധാരണ നമ്മുടെ ബോർവെല്ലോ അല്ലെങ്കിൽ കിണറിലുള്ള വെള്ളത്തിൽ കൊണ്ടാണ്. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ സോൾട്ട് സെഡിമെൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇതുപോലത്തെ പാടുകളൊക്കെ ഉണ്ടാവും. ഈ ചെറിയ വെള്ള സ്പോട്ടുകളില്ലേ, ഈ വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ അതാണ് ഈ സോൾട്ട് സെഡിമെൻറ്റ്സ്. ആ സോൾട്ട് സെഡിമെൻറ്റ്സ് കുറക്കാലം നമ്മൾ വണ്ടി ഓടിക്കാതൊക്കെ ഇരിക്കുമ്പോൾ, ഒരു 2-3 ദിവസമൊക്കെ ഓടിക്കാതിരുന്നാൽ കുറച്ചുകൂടെ നന്നായി കട്ടിയാവും. ആ കട്ടിയായി നമ്മൾ ഈ ഫോർക്ക് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഇത് ഡസ്റ്റ് ക്യാപ്പിൽ സ്ക്രാച്ച് ചെയ്ത് അതിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കി അത് ഓയിൽ സീലിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഓയിൽ സീലും ബ്രേക്ക് ആവും. അങ്ങനെ ഓയിൽ സീല് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് മാറാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഫസ്റ്റ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും തന്നെ ഉണങ്ങാൻ വിടരുത്. നമുക്ക് ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇതിനെ റാപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനെ വലിച്ച് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അതിനെ എടുക്കാം. അത് എന്നിട്ടും പോകുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് എൻജിൻ ഓയിൽ യൂസ് ചെയ്യാം. അത് ചെറുതായിട്ടൊന്ന് എൻജിൻ ഓയിലൊന്ന് തടവി വിട്ടിട്ട് അതുപോലെ ക്ലോത്ത് വെച്ച് നന്നായിട്ട് അതിൽ വല്ല എക്സസ് ഉണ്ടോ അതോ ഒരുപാടായിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് മുഴുവൻ തുടച്ചെടുക്കാം. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ളതെല്ലാം നല്ല എന്താ പറയുക, അതിൻ്റെ തിക്നെസ് ഒക്കെ പോയി അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഈ ഡസ്റ്റ് ക്യാപ്പ് തന്നെ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പരുവാവും. നമുക്ക് തുടയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തുടച്ച് എടുക്കാം. അങ്ങനെ സോൾട്ട് സെഡിമെൻറ്റ്സ് ഒക്കെ നമുക്ക് കളഞ്ഞിട്ട് ഓയിൽ സീല് സ്ക്രാച്ച് ആവാണ്ട് നമുക്ക് നോക്കാം, സ്ക്രാച്ചായി പൊട്ടാതെ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ എൻജിൻ ഓയിലും കയ്യിലില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട്, തമാശയല്ല, അത് യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ സോൾട്ടിനെ എന്താ പറയുക അലിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നന്നായിട്ട് ക്ലോത്ത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇത് കഴുകി കഴിഞ്ഞാലും നിങ്ങളൊരു മഴയത്തൊക്കെ റൈഡ് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഈ ഓയിൽ സീൽ ബ്ലാസ്റ്റ് ആവുന്ന ഇഷ്യൂ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇങ്ങനത്തെ സാധാരണ ടെലിസ്കോപ്പിക് ഫോക്സിലല്ല, നമ്മൾ ഇവിടെ വരുന്ന അതായത് USD ഫോക്സിലാണ് കൂടുതലും വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡും USD ഫോക്സ് ആണല്ലോ. അത് തന്നെയാണ് USD ഫോക്സിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജും. ഇത് ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ, അതിൻ്റെ ഇന്നർ ട്യൂബ് നമ്മൾ ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ ടയറിനും ഉള്ള ഡസ്റ്റൊക്കെ പെട്ടെന്ന് കയറി ഇതിൽ പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ USD ഫോക്സ് ആണ് നിങ്ങളുടെ ബൈക്കിലുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. എത്ര ഓഫ്ലൈൻ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രയും ഓഫ്ലൈൻ ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക. ഇതുപോലെ സോൾട്ട് സെഡിമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. കാരണം അതിൻ്റെ ഓയിൽ സീൽ പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് കൂടുതൽ ഡസ്റ്റ് ഇവിടെ അട്രാക്ട് ചെയ്യണ കാരണം ടെലിസ്കോപ്പിക് ഫോക്സിനേക്കാളും USD ഫോക്സിന് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ബൈക്കിൽ ഓയിൽ സീൽ പൊട്ടിയിട്ട് അല്ലെങ്കിൽ ലീക്കായുള്ള സ്ഥിതിയിലാണ് ഇപ്പം നിലവിലുള്ളതെങ്കിൽ
നിങ്ങൾ ഓയിൽ സീൽ മാറ്റുമ്പോൾ ഷോറൂമിലുള്ള ആൾക്കാരോട് പ്രത്യേകം പറയണം ഈ ഡസ്റ്റ് ക്യാപ്പും റീപ്ലേസ് ചെയ്യണമെന്ന്. അവർ കൂടുതലും ചെയ്യില്ല, കുഴപ്പമില്ല സാർ ഇനിയും യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയും, എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം ഈ നിങ്ങളുടെ ഡസ്റ്റ് ക്യാപ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണല്ലോ, അതിന് ഈ ഡസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അത് ഓയിൽ സീലിലേക്ക് കടന്നു പോയത്. ആ ഓയിൽ സീൽ അങ്ങനെയാണ് ഓയിൽ സീൽ പൊട്ടിയത്. അപ്പോൾ അത് അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈ സാധനം നമ്മൾ മാറ്റിയിട്ട് പിന്നെ ഓയിൽ സീൽ വെച്ചിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇത് വെറുതെ പൊട്ടിക്കൊണ്ടിരിക്കും, ഓയിൽ സീൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓയിൽ സീൽ എപ്പോൾ പൊട്ടിയാലും ഈ സാധനം മാറ്റിക്കൊള്ളണം, ഈ ഡസ്റ്റ് ക്യാപ്പ്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ വീഡിയോയിൽ പിന്നെയും കാണാം.